യൂഷ്വലി ഈ അലർജി ഉള്ള കുട്ടികളടുത്ത് പറയുന്നതാണ് എന്ത് പെർഫ്യൂംസ്, അതുപോലെ ടാൽക്കം പൗഡർ, നമ്മൾ ഈ മോസ്കിറ്റോ റിപ്പല്ലൻസ് അങ്ങനത്തെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യരുത്. ഇതൊക്കെ ഒരു അലർജീനെ പ്രൊവോക്ക് ചെയ്യുന്നത് കാരണമല്ലേ? ഇറിറ്റൻസ് വേറെ, അലർജൻസ് വേറെ. ഇറിറ്റൻസ് എന്ന് പറയുമ്പോൾ അത് പ്രൊവോക്ക് ചെയ്യും അലർജീനെ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ മാതിരി ചോക്ക് പൗഡർ, സ്പ്രേസ്, സ്ട്രോങ് ഓർഡേഴ്സ് ഒക്കെ ഇറിറ്റൻസ് ആണ്. അലർജൻസ് വേറെ. അലർജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഡസ്റ്റ് മൈറ്റ്, പോളൻ, അനിമൽ ഡാൻഡ്, അതുമാതിരി ചില ഫുഡ് അലർജൻസ്. അപ്പോൾ അതാണ് അലർജി ഉണ്ടാക്കുന്നത്. അലർജൻസ് ആണ് അലർജി ഉണ്ടാക്കുന്നത്. ഇറിറ്റൻസ് അതിനെ എഗ്രിവേറ്റ് ചെയ്യുക. അതുപോലെ ഈ മോസ്കിറ്റോ കോയിലിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ മോസ്കിറ്റോ കോയിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു 500 സിഗരറ്റ്സ് നമ്മൾ സ്മോക്ക് ചെയ്യുന്ന പോലെയാണ് ഒരൊറ്റ മോസ്കിറ്റോ കോയിൽ. അത്രയും പൊല്യൂഷൻ ഉണ്ട് ആ ഒരൊറ്റ മോസ്കിറ്റോ കോയിൽ കൊണ്ട്. അപ്പോൾ ഓൾറെഡി അലർജി ഉള്ള കുട്ടിക്ക് എഗെയിൻ നമ്മൾ ആ ഒരൊറ്റ മോസ്കിറ്റോ കോയിൽ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ആ കുട്ടീൻ്റെ ലങ് അഫക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് തരം അലർജൻ ആണെങ്കിൽ പോലും ഇങ്ങനത്തെ ഇറിറ്റൻസ് എല്ലാം കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം. അതെ, ഇതെല്ലാം ഏത് തരം അലർജൻ ആണെങ്കിലും അലർജി ഉള്ള ഒരു കുട്ടിക്ക് നമുക്ക് ഇറിറ്റൻസ് അവോയ്ഡ് ചെയ്യണം. ശ്രദ്ധ ഉണ്ടാവണം.